ഖരീഫ് സീസണിൽ ദോഫാറിലേക്കുള്ള സഞ്ചാരികളുടെ ഒഴുക്ക് തുടരുന്നു. ജൂൺ 21 മുതൽ ജൂലൈ 31 വരെ ഏകദേശം 4,42,100 ആളുകളാണ് എത്തിയത്. 2024 ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 7% വർധനവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷം 4,13,122 സന്ദർശകരാണ് ദോഫാറിലെത്തിയത്. ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ കണക്കുകളിലാണ് ഇക്കാര്യം പറയുന്നത്. സന്ദർശകരിൽ 75.6% ഒമാനികളാണ്. പ്രാഥമിക സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം 3,34,399 സ്വദേശി പൗരന്മാരാണ് ഇക്കാലയളവിൽ എത്തിയത്. GCC രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകരുടെ എണ്ണം 69,801 മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവ 37,900 ജൂലൈ അവസാനത്തോടെ ദോഫാർ ഗവർണറേറ്റിൽ കരമാർഗം ആകെ 3,34,846 സന്ദർശകരെത്തി. അതേസമയം വിമാനമാർഗം 1,07,254 സന്ദർശകരും വന്നു. 2024 ജൂലൈ അവസാനം വിമാനമാർഗം എത്തിയവരെ അപേക്ഷിച്ച് 10.9% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഈ വർഷത്തെ ഖരീഫ് സീസണിൽ കൂടുതൽ സന്ദർശകരെ ആകർഷിക്കുന്നതിനായി പുതിയ പരിപാടികളും നവീകരിച്ച സൗകര്യങ്ങളുമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇത്തീൻ സ്ക്വയർ, അൽസാദ ഏരിയ, ഔക്കാദ് പാർക്ക്, ഇത്തീൻ പ്ലെയിൻ, സലാല പബ്ലിക് പാർക്ക് എന്നിങ്ങനെ 5 പ്രധാന സ്ഥലങ്ങളിലായാണ് പരിപാടികളും പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നത്. പ്രദേശത്തിന്റെ പ്രകൃതിദത്തവും സാംസ്കാരികവുമായ വൈവിധ്യം പ്രതിഫലിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത വ്യത്യസ്ത പരിപാടികളാണ് ഓരോ വേദിയിലും നടക്കുന്നത്. ഉയർന്ന നിലവാരവും വൈവിധ്യമാർന്ന ഉള്ളടക്കവും ഉറപ്പാക്കാൻ പിന്തുണയ്ക്കുന്ന സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് വേദികൾ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് മുനിസിപ്പാലിറ്റി അറിയിച്ചു. ഗൾഫ് മാധ്യമം, സലാല.